ഹേ ഗായ്സ്, നമ്മൾ വൈകുന്നേരം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും എങ്ങോട്ടെങ്കിലും ചുമ്മാ ഇറങ്ങാമെന്ന് എൻ്റെ അനിയൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചെങ്കിൽ ശരി, നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള നാലുചിറ പാലത്തിലോട്ട് തന്നെ ഒന്ന് പോകാമെന്ന് വെച്ചു. ഇവിടെ പാലം പണിതതിന് ശേഷം ഞങ്ങൾ ഒരു വട്ടേ വന്നിട്ടുള്ളൂ. വീടിൻ്റെ അടുത്താന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞങ്ങൾ ഒറ്റ വട്ടേ വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ്. ഇത് കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്റ്റ് കേബിൾ ബ്രിഡ്ജ് ആണ്. പക്ഷേ ഈ പാലത്തിന്റെ ഈ സൈഡിലൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പാടത്തിൽ വെള്ളം കയറ്റിയിട്ടേക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ കൃഷിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ വെള്ളം കയറ്റിയിട്ടേക്കുവാണ്. പിന്നെ നമുക്ക് ഇതുവഴി സൈഡിൽ കൂടെ നടക്കാനുള്ള ഒരു ഫുട്പാത്ത് ഇതുവഴി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതുവഴി നടന്നു പോകാം. ഇതിൻ്റെ താഴെ കൂടെ പമ്പ നദിയാണ് ഒഴുകുന്നത്, പാലത്തിൻ്റെ അടിയിൽ കൂടെ. ഇത് ആക്ച്വലി സെൻട്രൽ പില്ലർ ഇല്ലാതെ പണിതേക്കുന്ന പാലമാണിത്. കാരണം ഇതുവഴി ധാരാളം ഈ വള്ളങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് അങ്ങനെയാണ് ഇത് പണിതേക്കുന്നത്. ആ ഒരു മോഡലിലാണ് പണിതേക്കുന്നത്. എൻ്റെ അനിയനാണിത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹായ് തരും. ഒരു ഹായ് പറയൂ കുട്ടാ. ഇതാണ് എൻ്റെ അനിയൻ. ഇത് ഒരു പക്ഷിയുടെ ചിറക് മോഡലിലാണ് ഈ പാലം പണിതേക്കുന്നത്. നമുക്ക് ഇവിടെ ഈ പാലത്തിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തില്ല. ഇതിന് ഇറങ്ങി താഴെ വെച്ചിട്ട് അങ്ങോട്ട് ദൂരേന്ന് മാറുമ്പോഴത്തേക്കേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ ആ ഒരു മോഡൽ. അപ്പോൾ ഈ പാലത്തിൻ്റെ അറ്റത്ത് അവിടെ ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ വേണമെങ്കിൽ അവിടെ പോയി ചായയൊക്കെ കുടിച്ച് നിന്ന് വൈബൊക്കെ ആസ്വദിച്ചിട്ട് വേണമെങ്കിൽ തന്നെ പോകാനായിട്ട് പറ്റും. പക്ഷേ ഈ പാലം കഴിഞ്ഞ് അങ്ങോട്ട് റോഡ് പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഒത്തിരി പോകാൻ പറ്റില്ല. തിരിച്ച് വന്ന വഴി തന്നെ പോയേ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ സൺസെറ്റൊക്കെ കാണാൻ വന്ന് ഇവിടെ മഴയായതുകൊണ്ട് സണ്ണും ഇല്ലായിരുന്നു, ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചങ്ങ് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങ് ഇറങ്ങുവാണ്.